രാവിലെ തന്നെ എണീറ്റ് ദോശയ്ക്കുള്ള പരിപാടിയൊക്കെ വെക്കും കേട്ടോ. മിക്ക ദിവസം ഇവിടെ ദോശയാട്ടോ, ഞങ്ങളുടെ ദേശീയ ആഹാരമേ ദോശയാണ്. അങ്ങനെ രാവിലെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ലച്ചു എണീറ്റിട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പപ്പിയുടെ ചെറുക്കം കാണൽ വീഡിയോ അല്ലേ, ലച്ചു ഒരു സ്ഥലത്തേട്ട് പോകണം, അതായത് അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തായിട്ട് തിരിച്ച് പോവുക കേട്ടോ അവള്. അങ്ങനെ രാവിലെ തന്നെ ഇവര് പെട്ടിയുടെ ഇത് വെയിറ്റ് ഒക്കെ നോക്കുവാണേ. പിന്നീട് കുറച്ച് രണ്ടുമൂന്ന് പെട്ടിയൊക്കെ ഉണ്ട്, അങ്ങനെ വെയിറ്റ് എല്ലാം നോക്കി വെച്ചു. പിന്നീട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വെയിറ്റ് നോക്കുക, കാരണം കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ലച്ചു വൈകിട്ട് രാത്രിയിലത്തെ ഫ്ലൈറ്റിനാണ് പോണത്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം ഒരു 2-2:30-3 മണിയായപ്പോൾ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഞാനും അമ്മച്ചിയും ചേട്ടയും കേശുട്ടിയും കൂടെയാണ് കേട്ടോ ലച്ചുവിനെ കൊണ്ടാക്കാനായിട്ട് പോണത്. കേശുട്ടിയാണെങ്കിൽ അവന്റെ ഇന്നലെ മേടിച്ച ആ പള്ളിയിൽ നിന്ന് മേടിച്ച ആ മുഖംമൂടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലച്ചു അവൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ ആ മുഖംമൂടി ഒരു മാറ്റം ആൾക്കാർ കണ്ട് എന്ത് വിചാരിക്കുന്നൊക്കെ. പക്ഷെ അവനെന്നാലും അതും വെച്ചുകൊണ്ട് തന്നെ വരും കേട്ടോ. അപ്പൊ പോണ വഴിക്ക് പപ്പി നമ്മളെ ഇൻഫോ പാർക്കിന് കയറും കേട്ടോ. അവള് അവിടെ നിന്നാ കയറുന്നത്. അവൾ ഇങ്ങോട്ട് വരണില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പോകാനായിട്ടുള്ള നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ഞങ്ങള് നേരത്തെ അവിടെ എത്തിയായിരുന്നു. അപ്പൊ പിന്നെ പോണ വഴി അവിടെയുള്ള ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നേ. അമ്മച്ചിക്കാണെങ്കിൽ ആ കൂടെ തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്, വെറുതെ എയർപോർട്ടിൽ പോയി നോക്കൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ആ എയർപോർട്ടിന്റെ അവിടെയുള്ള വഴിയിൽ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പ്ലെയിനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുണ്ട്. അപ്പൊ കേശുട്ടി അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങള് ഒരു വൈകിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും നേരെ എയർപോർട്ടിലായിട്ട് പോന്നു. അവിടെ എത്തി നേരെ ടോക്കൺ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പൊ ഇങ്ങനെ ലച്ചു എക്സൈറ്റ്മെന്റിലാട്ടോ, കാരണം അവളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് ആണെങ്കിലും എന്നാലും ദൂരേക്ക് പോകുന്നത് ആദ്യമായിട്ടാട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അതിനിടയ്ക്ക് ചേട്ടി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. അതിനുശേഷം പിന്നെ വണ്ടി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം ലച്ചുവിന് ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ കേശുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്, അവനങ്ങനെ എയർപോർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ. അതിന്റെ ഭയങ്കര എക്സൈറ്റഡ്, ഇത്ര ആൾക്കാരെ കണ്ടതിന്റെ എക്സൈറ്റഡ്. പിന്നെ ഇവളിങ്ങനെ പോണതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അധികം എല്ലാവരും 3 പേരും 3 ഇടത്താണെങ്കിൽ അങ്ങനെ ഞങ്ങൾ അധികം അങ്ങനെ മാറി നിന്നിട്ടില്ല. ഇത്രയും ദൂരെയൊന്നും ആരും പോയിട്ടില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഇനിയിപ്പോ പോയി കഴിഞ്ഞാലും ഉടനടി ഒന്നും തിരിച്ച് വരാനും പറ്റില്ല. പിന്നെ നമുക്ക് വീഡിയോ കോളൊക്കെ ഉണ്ട് കാണാൻ, എന്നാലും ആളടുത്തുള്ള ഒരു കാഴ്ച ആവില്ലല്ലോ. അങ്ങനെ അവളുടെ ചെക്കിനുള്ള സമയമായി, അവൾ ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അപ്പൊ നല്ലൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ അങ്ങോട്ട് കേട്ടില്ലല്ലോ. ഞങ്ങളിവിടെ പുറത്ത് നിന്നുകൊണ്ട് അവളുടെ അടുത്ത് ചെന്ന ഉടനെ തന്നെ വിളിക്കണം, ഇവിടുന്ന് കയറുമ്പോൾ വിളിക്കണം, അങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ അവള് പാസ്പോർട്ടൊക്കെ എടുത്ത് ഉള്ളിലായിട്ട് സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ എത്തി. പിന്നെ അവളുടെ അടുത്ത് ഇനി അവളെ കാണാൻ പറ്റത്തില്ല, എന്നാലും അവൾ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങള് പിന്നെ വെളിയിലേക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. നാളെ തന്നെ ഞങ്ങൾക്ക് പോകും വേണം. കേശുട്ടിയാണെങ്കിൽ ആ കൂടെ വിഷമത്തിലും ആയി അത് കഴിഞ്ഞപ്പോൾ. പിന്നത്തെ തീക്ക് ഇത്ര. ചാറ്റ്, ബൈ ബൈ.